ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നൊസ്റ്റാൾജിക് റെസിപ്പി ആയിട്ടാണ്. നമ്മൾ കുട്ടിക്കാലത്ത് ഒരുപാട് പാലൈസ് കഴിച്ചിട്ടുണ്ടാവും. സേമിയൊക്കെ ഇട്ടിട്ടുള്ള ഐസ് നല്ല ടേസ്റ്റ് ആണല്ലേ. അപ്പോൾ അത് തന്നെ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം ചേരുവകളൊന്നും വേണ്ട, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഒരിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നിങ്ങൾ തയ്യാറാക്കി എടുക്കും. അധികം സമയവും വേണ്ട. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സേമിയ വറുത്തെടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ സേമിയാണ് എടുത്തിരിക്കുന്നത്. നല്ല നൈസ് ആയിട്ടുള്ള സേമിയ തന്നെ എടുക്കുക. 3 ടേബിൾ സ്പൂൺ സേമിയ എടുക്കുമ്പോൾ നമ്മുടെ ഐസിൽ കുറച്ച് കൂടുതൽ തന്നെ സേമിയ ഉണ്ടാവും. അപ്പോൾ അത്രയും വേണ്ടാന്നുള്ളവർക്ക് 1-2 ടേബിൾ സ്പൂൺ സേമിയ എടുത്താൽ മതി. ചുവട് കട്ടിയുള്ള പാത്രം എടുക്കുക. തീ മീഡിയത്തിൽ ഇട്ടതിന് ശേഷം ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നവരെ വറുത്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അതായത് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന 1 കപ്പ് 250 ml ആണ്. വെള്ളമൊന്നും ചേർക്കാത്ത പാലാണ് കേട്ടോ. ഞാനിപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. കട്ടി കുറഞ്ഞ പാൽ എടുക്കരുത് കേട്ടോ. തീ മീഡിയത്തിൽ തന്നെ ഇട്ടിരുന്നാൽ മതി. സേമിയ ഇനി നന്നായിട്ടൊന്ന് വെന്ത് വരണം. 3-4 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്ക് വെന്ത് വരും. വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കുക. വെന്തിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ സമയം വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. സേമിയയും വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കപ്പൊടി ചേർക്കാം. പക്ഷേ ഐസ്ക്രീമിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ വാനില എസൻസ് തന്നെ ചേർക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലോട്ട് 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ചൂടുമാറി വരണം. നന്നായിട്ട് ചൂടുമാറിയതിന് ശേഷം ഐസിൻ്റെ മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മോൾഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഐസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. മോൾഡിന് പകരം ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ ഒഴിച്ചതിന് ശേഷം അതിൽ സ്റ്റിക്ക് കുത്തി വെച്ചാലും മതി. ഇതിന് മുന്നേ തണ്ണിമത്തൻ വെച്ചിട്ട് എങ്ങനെയാണ് സ്റ്റിക്ക് ഐസ് ഉണ്ടാക്കുന്നതെന്നുള്ള റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല എളുപ്പമാണ്. അപ്പോൾ അതിൽ ഞാൻ മോൾഡില്ലാതെ എങ്ങനെയാണ് സ്റ്റിക്ക് ഐസ് ഉണ്ടാക്കുന്നതെന്നുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ റെസിപ്പി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഐസിൻ്റെ ട്രേയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിലാവുമ്പോൾ സൈസ് കുറച്ച് ചെറുതാവുന്നേ ഉള്ളൂ. സ്റ്റിക്കിന് പകരം ഈർക്കിലിയോ ടൂത്ത് പിക്കോ വല്ലതും കുത്തി വെച്ചാലും മതി. അപ്പോൾ മൊത്തം ഒഴിച്ചതിന് ശേഷം ഇതിലോട്ട് നമുക്ക് സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. പകുതിയിൽ ഞാൻ ഇതേപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെയാണ് വയ്ക്കുന്നത്. പകുതി ഞാൻ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സ്റ്റിക്കാണ് വയ്ക്കുന്നതെങ്കിൽ ഒരു അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കവറ് കൊണ്ടോ ഇതേപോലെ ഒന്ന് മൂടി കൊടുക്കുക. നമ്മൾ ഫ്രീസറിൽ തുറന്നൊന്നും വയ്ക്കരുത് കേട്ടോ. ഇനി ഇത് 6 മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെച്ചേക്കണം. അപ്പോൾ രാത്രിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലേക്കാവുമ്പോൾ റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കിയെടുക്കാം. പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളത്തിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് നേരം പുറത്ത് വെച്ചിരുന്നാലും മതി, ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇതുപോലെ ഇളക്കിയെടുക്കുക. നല്ല എളുപ്പമല്ലേ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാ സാധനവും വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ഫോളോ ചെയ്യാനും മറക്കല്ലേ.